കൊച്ചിയെ സിന്തറ്റിക് മയക്കുമരുന്നുകളിൽ മുക്കിക്കൊല്ലാൻ ബംഗളൂരുവിലെ ലഹരി മാഫിയ സംഘങ്ങൾ. ഡിസംബർ മാസം മാത്രം കൊച്ചിയിലേക്ക് എത്തിയത് കോടികളുടെ മയക്കുമരുന്നാണ്. 24 ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തുകയാണ് ബംഗളൂരു കൊച്ചി ലഹരി മാഫിയ സംഘത്തിലെ പ്രധാന കണ്ണികൾ. ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് എങ്ങനെ ലഹരിക്കടത്ത് നടത്തുന്നു? നിർണായക വെളിപ്പെടുത്തൽ നടത്തുകയാണ് 24 ലഹരി മാഫിയയുടെ പിടിയിലായിരുന്ന ഒരു യുവാവ്. പണത്തിനു വേണ്ടി മാത്രം ലഹരി ഇടപാടുകളുടെ ഭാഗമാകുന്ന മലയാളികൾ ആദ്യം പോലീസ് പിടിയിലാകുന്നതും ഇവർ തന്നെ. യൂസഫിനെ പോലുള്ള പെഡ്ലർമാർ പറയുന്നതനുസരിച്ച് ചലിക്കുന്ന ഒരു കൂട്ടം യുവാക്കളുണ്ട് ബംഗളൂരുവിൽ. അത്തരത്തിൽ ഒരാളുടെ വെളിപ്പെടുത്തലാണ് 24 പുറത്തുവിടുന്നത്. ലഹരിക്കടത്തിന്റെ ഭാഗമായിരുന്ന ഒരു മലയാളിയുടെ തുറന്നു പറച്ചിൽ. മയക്കുമരുന്ന് കടത്തിന്റെ പിന്നാമ്പുറം വഴികൾ തേടിപ്പോയപ്പോഴാണ് ബാംഗ്ലൂരിൽ നിന്നും കൊച്ചിയിലേക്ക് ലഹരി ഒഴുക്കിയിരുന്ന ഒരാളെ ഞങ്ങൾ കണ്ടുമുട്ടിയത്. ഇപ്പോൾ ലഹരി വിൽപ്പനയിൽ നിന്നും പൂർണ്ണമായി പിന്മാറിയെങ്കിലും അന്നത്തെ കാര്യങ്ങൾ എങ്ങനെയെന്ന് അയാൾ നമ്മളോട് തുറന്നു പറയും. ഇത് ഞങ്ങൾ മെയിനായിട്ട് ട്രെയിൻ മാർഗമാണ് മെയിനായിട്ട് കൊണ്ടുവരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യൻ പോസ്റ്റലിൻ്റെ ആ ഒരു വകുപ്പും കൂടി ഞങ്ങൾ അതും ഒരു സൈഡ് എന്നുള്ള രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. മെയിൻലി ഈ 2 മാർഗം ത്രൂ ആണ് നമ്മളിത് അവിടെ നിന്ന് കൊണ്ടുവരുന്നത്. ബാംഗ്ലൂർ പോകും. നമ്മളവിടെ ചെന്ന് അവിടെ വിദേശത്തു നിന്നുള്ള നൈജീരിയ അങ്ങനെയുള്ള ഭാഗത്തു നിന്നുള്ള ആളുകളായിട്ട് നമ്മൾ സംസാരിച്ച് അങ്ങനെ ആ ഒരു ഡീലിങ്ങിലാണ് നമ്മളിത് അവിടെ നിന്ന് ഇവിടെ എത്തിക്കുന്നത്. ക്വാണ്ടിറ്റി ഇപ്പം നമുക്ക് റിക്വയർമെൻറ്റ്സ്, അപ്പോൾ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് ഉള്ള രീതിയിലാണ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും അങ്ങനെയൊന്നും കൊടുക്കില്ല. നമുക്ക് വളരെ വിശ്വാസമുള്ള ആളുകൾക്ക് ഡയറക്റ്റ്ലി ബന്ധമുള്ളവർക്ക് എന്നുള്ള രീതിയിലാണ് മെയിനായിട്ട് എടുക്കുന്നുള്ളൂ. എന്നാലും അത്യാവശ്യം നല്ല രീതിയിലുള്ള എമൗണ്ടിന് കോടികളുടെ തന്നെ വരുമാനം ഇതിൽ വരുന്നുണ്ട്. നിങ്ങളുടെ ഈ പാർട്ടികളൊക്കെ എങ്ങനെ സംഘടിപ്പിക്കുന്നു? പാർട്ടികളൊക്കെ നമ്മൾ അത്രത്തോളം നേരത്തെ പറഞ്ഞ പോലെ വിശ്വാസമുള്ള ആളുകൾ ത്രൂ ആണ് മെയിനായിട്ട് പാർട്ടികളെല്ലാം കണ്ടക്ട് ചെയ്യുന്നത്. പുതിയൊരാൾ വന്ന് ചോദിച്ചു കഴിഞ്ഞാലൊന്നും അങ്ങനെയൊന്നും കൊടുക്കില്ല. നമുക്ക് അത്രത്തോളം വിശ്വാസമുള്ളവർ വന്ന് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിനനുസരിച്ചാണ് അത് എത്തിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. നിങ്ങൾ ഇതിൽ നിന്ന് എന്താ മാറാനായിട്ടുള്ളൊരു കാര്യം? നമുക്ക് അത്രയ്ക്ക് സേഫ് അല്ല എന്ന് തോന്നി. കാരണം ഇതിപ്പോൾ കൂടുതൽ കഴിയുന്തോറും നമുക്ക് മൊത്തത്തിൽ നമ്മുടെ ജീവിതത്തിനെയും അല്ലാതെയും ബാധിക്കും. അതുപോലെ ജീവിക്കാനായിട്ട് വേറെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളെല്ലാം വരും. സംഭവം പൈസ കിട്ടും എന്നല്ലാണ്ട് നമുക്ക് ഒരു സ്വസ്ഥത സമാധാനം ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇനി അത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ലതല്ല എന്ന് തോന്നുന്നത് കൊണ്ടാണ് മെയിനായിട്ട് അത് വിടാൻ കാരണം. ബംഗളൂരുവിലെ ലഹരി വഴി നീണ്ടുകിടക്കുന്നത് കൊച്ചിയിലേക്കാണ്. ഞെട്ടിക്കുന്ന മറ്റൊരു വെളിപ്പെടുത്തൽ കൂടി 24 പുറത്തുവിടുന്നു. ബംഗളൂരുവിൽ നിന്ന് കൊച്ചിയിലേക്ക് ഏതു മാർഗമാണ് ലഹരി എത്തിക്കുന്നത് എന്ന് തുറന്നു പറയുകയാണ് ലഹരിക്കടത്ത് സംഘത്തിലെ അംഗമായിരുന്ന മലയാളി യുവാവ്. ഞാനിതിൽ ബാംഗ്ലൂർ ജോലിക്കായി വന്നപ്പോൾ സത്യം പറഞ്ഞ ജോലിയൊന്നും കാര്യം റെഡിയായില്ല. അങ്ങനെ വന്നപ്പോൾ ഒരാൾ ത്രൂ അങ്ങനെ പുള്ളി പറഞ്ഞു ഇങ്ങനെ സംഭവം ഉണ്ട്, ചെയ്യുന്നോ ചോദിച്ചു. പെട്ടെന്ന് കാശുണ്ടാക്കാം എന്നല്ല ഞാനതിൽ പെട്ടു. അങ്ങനെ അവർ ലൊക്കേഷൻ തരും, ഒരു ഫോട്ടോയും തരും. ഇന്ന സ്ഥലത്ത് ഒരു ബോക്സിലോ കവറിൽ വെച്ചിട്ടുണ്ടാവും. ഈ സാധനം അവിടെ നിന്ന് കളക്ട് ചെയ്യുക, ഡ്രോപ്പ് ലൊക്കേഷൻ തരും, ആ ഡ്രോപ്പ് ലൊക്കേഷനിൽ കൊടുക്കുക. ഇത് മാത്രമേ അറിയത്തുള്ളൂ, ഞങ്ങൾ ആരെയും കാണുന്നില്ല, എന്താണോ ഒന്നും അറിയത്തില്ല. അതുപോലെ അവിടെ എത്തിക്കുന്നു. അവിടെ എത്തിയിട്ട് ഒരു ഫോട്ടോ എടുത്ത് നമ്മൾ തിരിച്ചയച്ചു കൊടുക്കണം അവിടെ വെച്ചിട്ടുണ്ടെന്ന്. ഇതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇത് വരുന്നത് ഓൾമോസ്റ്റ് വാട്സപ്പോ ഇല്ലെങ്കിൽ ടെലിഗ്രാം പോലുള്ള അതിലായിരിക്കും നമുക്കെല്ലാം അയച്ചു തരുന്നത്. അത് കഴിഞ്ഞ് അവരതെല്ലാം ഡിലീറ്റും ചെയ്യും. ചിലപ്പോൾ വാട്സപ്പിൽ വരുന്നത് ഇന്ത്യൻ നമ്പർ അല്ലായിരിക്കാം, പുറത്തുള്ള നമ്പർ, ഈ +21 എന്നൊക്കെ പറഞ്ഞുള്ള ആ നമ്പർ ആയിരിക്കില്ല അടുത്ത പ്രാവശ്യം വരുന്നത്. ഓരോ പ്രാവശ്യവും പല പല നമ്പറിൽ നിന്നായിരിക്കും നമുക്ക് വാട്സപ്പിൽ ഈ ഫോർവേഡ് മെസ്സേജ് വരുന്നത്. ഞാൻ ഇതുവരെ ഇടപെട്ട് എല്ലാം ഇവർ തന്നെ ആയിട്ടാണ്. അതിൽ മലയാളികളുണ്ട്, ഇല്ലെന്നല്ല, ഇവരുടെ താഴെ മലയാളികളുണ്ട്. അപ്പോൾ അവരായിരിക്കും നാട്ടിൽ കേരളത്തിലും ഒക്കെ പോകുന്നത് മലയാളി ത്രൂ തന്നെയാണ് പോകുന്നത്. അപ്പോൾ അവർ കൊണ്ടുപോകുന്ന വഴികൾ പല കാറ് വഴിയാവാം, ബസ്സാവാം, ട്രെയിനാവാം, അതൊന്നും മുൻകൂട്ടി പറയത്തില്ല. അത് അവർ വരുന്നത് ചിലപ്പം ഒരു ഫാമിലി സെറ്റപ്പ് ആയിരിക്കാം, ഇല്ലെങ്കിൽ കപ്പിൾ സെറ്റപ്പിലൊക്കെ ആയിട്ട് വരുന്നു. ഒരു കാറിൽ വന്ന് ഈ സാധനമായിട്ട് വേറെ കുറേ സാധനങ്ങൾ പർച്ചേസ് ചെയ്യും. അവർ ഒരു സംശയമില്ലാത്ത രീതിയിൽ അവർ വേറെ എന്തെങ്കിലുമൊക്കെ കമ്പ്യൂട്ടറോ ഇല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ തുണികളൊക്കെ പർച്ചേസ് ആ കൂട്ടത്തിലായിരിക്കും ഈ സാധനം ചെയ്യുന്നത്. 90% ബാംഗ്ലൂരിൽ തന്നെയാണ് പോകുന്നത്. കാരണം ഇവിടെ അത് സുലഭമായി കിട്ടും. കാരണം ഇവിടുത്തെ സത്യം പറഞ്ഞാൽ നൈജീരിയക്കാരെ ഇവിടുത്തെ പോലീസുകാർക്ക് പേടിയാണ്.
കൂടുതൽ സ്റ്റുഡൻസ് അതുപോലെ ബാംഗ്ലൂരിൽ ജോലി തേടി വരുന്ന പെട്ടെന്ന് ഇപ്പം ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിൽ പഠിച്ചു കഴിഞ്ഞ് പെട്ടെന്നൊരു ജോലി വേണമെന്ന് പറഞ്ഞ് ബാംഗ്ലൂർ കയറുക. അപ്പോൾ അവർക്ക് ഭാഷ അറിയത്തില്ല, അവർക്ക് ബാംഗ്ലൂരിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല. അപ്പോൾ അവരെ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ട് അവിടെ ഏതെങ്കിലും ഇതിന് മുന്നേ വന്ന ഒരു ബാംഗ്ലൂരിൽ അറിയുന്ന ഒരു മലയാളി ഉണ്ടാവും, ഒരു രംഗണ്ണൻ ടൈപ്പ്. ആ വ്യക്തി ത്രൂ ആയിരിക്കാം ചിലപ്പോൾ കണക്ട് ചെയ്യുന്നത്. തീർച്ചയായും അവർക്കൊരു വിശ്വാസമായി കഴിഞ്ഞപ്പോൾ അവരെ നമ്മൾ വിടത്തില്ല. നമുക്കെപ്പോഴും അവർ ലീഡ്സ് തന്നുകൊണ്ടിരിക്കും. ഒരു പ്രാവശ്യം നമ്മൾ എന്തെങ്കിലും ടൈം ലേറ്റായി, ഇപ്പോൾ അവർ പറയുന്ന സമയമാകുമ്പോഴേക്കും നമ്മൾ ആ സാധനം എത്തിക്കണം. അത് പറയുന്ന സ്ഥലത്തല്ല, നമ്മൾ എന്തെങ്കിലും ഇച്ചിരി സ്ഥലം മാറി അവരുടെ അടുത്തൊരു ഒരു അവർക്കൊരു ചെറിയൊരു തോതിൽ അവർക്ക് ബുദ്ധിമുട്ട് നമ്മൾ ചെയ്ത് പിന്നെ അവർ നമ്മളെ യൂസ് ചെയ്യത്തില്ല. അല്ലെങ്കിൽ അവർ റെഗുലർ നമുക്ക് ഇങ്ങനെ ഒരു ദിവസം ചിലപ്പോൾ 2-3 വർക്കുകൾ തരാം. തുറന്നു പറഞ്ഞത് 2 പേർ മാത്രമാണെങ്കിലും കയ്യെത്തിപ്പിടിക്കാവുന്നതിന്റെ അപ്പുറമാണ് മയക്കുമരുന്ന് ശൃംഖല വ്യാപിച്ചു കിടക്കുന്നത്. ഈ വെളിപ്പെടുത്തലുകൾ സംഭവിക്കുമ്പോഴും അതിനിടയിൽ കൊച്ചി, ബംഗളൂരു നഗരങ്ങളിൽ എത്ര ഡ്രഗ് ഡീലുകൾ നടന്നിട്ടുണ്ടാകും? നൈജീരിയ, കോങ്കോ മാഫിയകളുടെ വലയിൽപ്പെടുന്ന യുവാക്കൾക്ക് ആര് മോചനം നൽകും? പിടിച്ചുകെട്ടണ്ടേ ഈ ലഹരി സംഘത്തെ? എസ് ശ്യാംകുമാറിനും അരുൺ പൂപ്പറമ്പയ്ക്കുമൊപ്പം വിഷ്ണു സുരേഷ്, 24. പണത്തിനു വേണ്ടി മാത്രമാണ് മലയാളികൾ ലഹരി ഇടപാടുകളുടെ ഭാഗമാകുന്നത്. പക്ഷേ അന്വേഷണം വരുമ്പോൾ ആദ്യം പിടിയിലാവുന്നതും ഇവരാണ്. ബംഗളൂരുവിൽ നിന്ന് കൊച്ചിയിലേക്കാണ് ലഹരിയുടെ വഴി തുറന്നു കിടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി 24ന്റെ പ്രത്യേക അന്വേഷണ സംഘം അരുൺ പൂപ്പറമ്പ, അതുപോലെ എസ് ശ്യാംകുമാർ, വിഷ്ണു സുരേഷ് എന്നിവർ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം അരുൺ പൂപ്പറമ്പയിലേക്കാണ്. അരുൺ പൂപ്പറമ്പ, ഇങ്ങനെ ഇതിൻ്റെ ഭാഗമാകുന്ന മലയാളികൾ അവർ പിന്നീടൊരു തുറന്നു പറച്ചിലിനൊക്കെ അവർ തയ്യാറാവുന്നുണ്ട്. പിന്നീട് ആ സംഘങ്ങളിൽ നിന്ന് വിട്ടുപോരുക അത്ര എളുപ്പമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് അവർ നമ്മളോട് സംസാരിച്ചത്? ഇവരുടെ ഈ ലഹരിക്കടത്തിൻ്റെ വഴി, അതിൽ അവരുടെ പങ്കാളിത്തം, അതിൽ അവർക്ക് കിട്ടുന്ന പ്രതിഫലം, എന്താണ് ഇവരുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്? അരുൺ പൂപ്പറമ്പ. അറിയിത്തെ കേരളത്തിൽ നിന്ന് ബംഗളൂരുവിലെത്തുന്ന മലയാളികൾ, അതിനായി ലഹരി ഇടപാടിന് ആയി എത്തുന്നവരിൽ 2 തരത്തിലുണ്ട്. അത് ഒന്ന്, ഇതിൻ്റെ വലിയ ലാഭം മനസ്സിലാക്കി ബംഗളൂരുവിലെത്തി, അതായത് വലിയ തോതിൽ വലിയ അളവിൽ ഈ ലഹരി മരുന്ന് സിന്തറ്റിക് ഡ്രഗ്സ് അവിടെ നിന്ന് വാങ്ങി, അതായത് ഈ നൈജീരിയൻ വംശജരിൽ നിന്നൊക്കെ വാങ്ങി കേരളത്തിലേക്ക് എത്തിച്ച് വലിയ തോതിൽ കേരളത്തിൽ അത് വിൽപ്പന നടത്തുന്ന സംഘങ്ങൾ, അത് മലയാളി സംഘങ്ങൾ തന്നെ ഉണ്ട്. അവർക്ക് കൃത്യമായി ഈ ബംഗളൂരുവിലുള്ള ചില പോയിന്റുകളുണ്ട്. അവർ സ്ഥിരമായി ഇത്തരം ലഹരി മരുന്നുകൾ വാങ്ങുന്ന പോയിന്റുകളുണ്ട്. അവിടെ എത്തി അവർ ഇത്തരം വിൽപ്പനകളും ഇടപാടുകളും സ്ഥിരമായി നടത്താറുണ്ട്. മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് ഈ ബംഗളൂരുവിൽ പഠനത്തിനായും അതോടൊപ്പം തന്നെ ജോലിക്കായി എത്തി വേണ്ട രീതിയിൽ അവർക്ക് വരുമാനം ലഭിക്കാതെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അവർ ഇത്തരം ഇടപാട് സംഘങ്ങളെ, അതിൽ മലയാളികൾ തന്നെ, നേരത്തെ ബംഗളൂരുവിൽ ഉണ്ടായിരുന്ന മലയാളികൾ തന്നെ ഉണ്ടാവും, അവർ ത്രൂ ഇത്തരം സംഘങ്ങളിലേക്ക് എത്തിപ്പെടുന്നു. പിന്നീട് അവർ ഈ സജീവമായ ലഹരി ഇടപാടിലേക്ക്, അതായത് വലിയ ലാഭം, വലിയ ചെറിയ സമയം കൊണ്ട് തന്നെ വലിയ ലാഭം ഇതിലൂടെ ഉണ്ടാക്കാൻ കഴിയും എന്ന് ഈ ലഹരി സംഘത്തിൽ ഇതിലേർപ്പെട്ടിട്ടുള്ളവർ തന്നെ പറയുന്നുണ്ട്. അങ്ങനെയാണ് ഒരു തരത്തിലുള്ള ആൾക്കാർ. അതിൽ നമ്മളിപ്പോൾ ബംഗളൂരുവിൽ നിന്ന് വെളിപ്പെടുത്തലായി പുറത്തു വന്നിട്ടുള്ള യുവാവ് ഇവിടെ ബംഗളൂരുവിൽ ഒരു ജോലിക്കായി വന്നതാണ്. പക്ഷേ ആ യുവാവ് വിചാരിച്ച വരുമാനം ആ ജോലിയിൽ നിന്ന് ലഭിക്കുന്നില്ല. അങ്ങനെയാണ് ഇത്തരം ഇടപാട് സംഘങ്ങളുമായി പലതരത്തിൽ സംസാരിക്കുന്നത്. അങ്ങനെ ബംഗളൂരുവിൽ തന്നെ ഈ ഇടപാട് നടത്തുന്നു. പക്ഷേ ഈ യുവാവിന് ആരാണ് ലഹരി മരുന്ന് നൽകുന്നത് എന്ന കാര്യത്തിൽ ഇപ്പോഴും ആ യുവാവിന് വ്യക്തതയില്ല. അത് പൂർണ്ണമായും വാട്സാപ്പ്, ടെലിഗ്രാം ഉൾപ്പെടെയുള്ള ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴിയാണ് ഇതിൻ്റെ ഇടപാടുകൾ മുഴുവൻ നടക്കുന്നത്. പക്ഷേ വലിയ ലാഭം ഉണ്ടാകുന്നുണ്ട്. കേരളത്തിലേക്ക് എത്തുന്ന ചില കേസുകൾ പിടികൂടുന്നുണ്ട് അതിർത്തി മേഖലയിൽ നിന്ന്. പക്ഷേ അതിൻ്റെ അതായത് ബംഗളൂരുവിലെ ഇതിൽ പ്രധാനപ്പെട്ട കണ്ണികൾ, ഇതിലെ പിൻ പോയിന്റുകളെ ഇതുവരെ പിടികൂടാൻ സാധിച്ചില്ല. വിവരങ്ങൾ നൽകുകയായിരുന്നു. ബംഗളൂരുവിലേക്ക് പഠനത്തിന് പോകുന്ന, അവിടെ നിന്ന് പഠനം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾ ചിലരൊക്കെ ഈ ഇതിന്റെ ഭാഗമാകുന്നു എന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലൊക്കെ, തുറന്നു പറച്ചിലൊക്കെ ഈ സംഘത്തിൽ ഉണ്ടായിരുന്ന മലയാളികൾ പറയുന്നു.